നമുക്ക് ശിരൂരിൽ നിന്ന് ഷഫീഖ് നസ്രുള്ള തത്സമയം ചേരുകയാണ് വിവരങ്ങൾ നൽകാനായി. ഷഫീഖ്, ഇന്നലെ മുഴുവൻ നീണ്ടുനിന്ന ഒരു തെരച്ചിലിനൊടുവിലും ആശ്വാസകരമായ വാർത്തകൾ അല്ലെങ്കിൽ ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം സമാധാനം ലഭിക്കുന്ന വാർത്തകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കൂടിയാണ്. എന്തായാലും അർജുനെ കണ്ടെത്തുന്നത് അല്ലെങ്കിൽ ലോറി കണ്ടെത്തുന്നതിനടക്കമുള്ള ഒരു സമയമെടുത്ത് തന്നെ തെരച്ചിൽ തുടരുമെന്നുള്ള ജില്ലാ ഭരണകൂടത്തിന്റെ ഉറപ്പ് അത് ആശ്വാസകരമാണ്. ഇന്നത്തെ തെരച്ചിൽ എങ്ങനെയൊക്കെയായിരിക്കും പുരോഗമിക്കുക? ഡ്രഡ്ജർ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിൽ രാവിലെ 8 മണിയോടുകൂടി തന്നെ ആരംഭിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഇന്ന് അതിശക്തമായ മഴ മുന്നറിയിപ്പുള്ള ഒരു ദിവസമാണ്. ഈ ഭാഗത്ത് 3 ദിവസം റെഡ് അലർട്ടാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല കാലാവസ്ഥയായിരുന്നു. ഇന്നു മുതൽ കാലാവസ്ഥയിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ മഴ ആരംഭിച്ചിട്ടില്ല, എന്നാൽ മഴയുടെ ഒരു സാധ്യത കാണുന്നുണ്ട്. അതിശക്തമായ മഴ മുന്നറിയിപ്പുള്ള ദിവസമാണ് ഇന്നും നാളെയും മറ്റന്നാളും 3 ദിവസത്തേക്കാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. രാവിലെ 8 മണിയോടുകൂടി തന്നെ ഡ്രഡ്ജർ അതിൻ്റെ പരിശോധന ആരംഭിക്കും എന്നാണ് മനസ്സിലാവുന്നത്. ഇപ്പോൾ ഡ്രഡ്ജർ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. അവിടെ അവരുടെ സാങ്കേതിക വിദഗ്ധരൊന്നും തന്നെ എത്തിയിട്ടില്ല. ഇന്ന് പോയിന്റ് 4 പരിശോധന നടക്കുന്നത്. പോയിന്റ് 4 ഇന്ദ്രപാൽ രേഖപ്പെടുത്തിയ ഒരു സ്ഥലമാണ്. ആ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ഈ വാഹനത്തിൻ്റെ ഒരു സാധ്യത ഇന്ദ്രപാൽ കാണുന്നത്. ഇന്ദ്രപാൽ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഈ ശിരൂരിലെത്തിയിരുന്നു. ജില്ലാ ഭരണകൂടവുമായി ചർച്ച നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ഈ ഡ്രഡ്ജറിലുള്ള അധികൃതരുമായി ആശയവിനിമയം നടത്തി. ഈ പോയിന്റ് 4 ബന്ധപ്പെട്ട വിശദീകരണം നൽകി. അവിടുത്തെ ഒരു സാധ്യതകളൊക്കെ വിശദീകരിച്ചു. അതോടൊപ്പം തന്നെ ആ ഭാഗത്ത് എങ്ങനെയാണ് തെരച്ചിൽ നടത്തേണ്ടത് എന്നത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. ഇന്നും ഇന്ദ്രപാൽ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനിവിടെ എത്തും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോയിന്റ് 1, 2, 3 കേന്ദ്രങ്ങളിലായിരുന്നു തെരച്ചിൽ നടത്തിയത്. ആ ഭാഗങ്ങളിലൊക്കെ തെരച്ചിൽ നടത്തുമ്പോൾ ടാങ്കർ ലോറിയുടെ ഭാഗങ്ങളാണ് പൂർണ്ണമായും ലഭിച്ചത്. ടയർ ഉൾപ്പെടുന്ന ഭാഗങ്ങളും ക്യാബിനുമൊക്കെ എഞ്ചിനുമൊക്കെ ടാങ്കർ ലോറിയുടേതാണ് ലഭിച്ചത്. എന്നാൽ അർജുൻ സഞ്ചരിച്ചെന്ന ലോറിയുടെ പ്രധാന ഭാഗങ്ങളൊന്നും തന്നെ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ ഏതെങ്കിലും സ്വഭാവത്തിൽ അർജുൻ്റെ ലോറിയുമായി ബന്ധപ്പെട്ടതോ അർജുനുമായി ബന്ധപ്പെട്ടതോ ആയ വസ്തുക്കൾ കണ്ടെത്താനാവും എന്നൊരു പ്രതീക്ഷയുണ്ട്. കുടുംബം ജില്ലാ ഭരണകൂടവുമായി ആ ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. എത്ര ദിവസം എടുത്താലും ഈ അർജുനെ കണ്ടെത്തുന്നതിന് വരെയുള്ള ഒരു തെരച്ചിൽ തുടരും എന്ന നിലപാടാണ് ജില്ലാ ഭരണകൂടമുള്ളത്. അക്കാര്യം കുടുംബത്തെ അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരം ഡ്രഡ്ജറിലേക്ക് കുടുംബാംഗങ്ങളെ കൊണ്ടുപോയി അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. അവിടെ വെച്ചാണ് ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ള ആളുകൾ, കാർവാർ MLA ഉൾപ്പെടെയുള്ള ആളുകൾ കുടുംബാംഗങ്ങളുമായി സംസാരിച്ചിരുന്നത്. അവർ കുടുംബത്തിന് ഇത്തരത്തിൽ അർജുനെ കണ്ടെത്തുന്നതിനാവശ്യമായ എത്രയും സമയം തെരച്ചിൽ നടത്തും എന്ന ഉറപ്പ് നൽകിയിട്ടുണ്ട്.